Welcome to Keksi Food Corner. Discover authentic Malabar and Kerala recipes. New videos every week. Subscribe and join us. ഹായ് എല്ലാവർക്കും കേക്സി ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ അറേബ്യൻ ബ്രെഡ് പുഡിംഗ് ആണ്. അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻറ്റ് 10 പീസ് ബ്രെഡ്, 1/2 ലിറ്റർ പാല്, 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, മിൽക്ക് മെയ്ഡ്, 4 ടേബിൾ സ്പൂൺ മിൽക്കിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ. വാനില ആണ് ഫ്ലേവർ യൂസ് ചെയ്തിരിക്കുന്നത്. കസ്റ്റേർഡ് പൗഡർ വാനിലയും ഉണ്ട്, മാംഗോ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് വാനില ആണ്. പിന്നെ വാനില എസൻസ്, പിന്നെ 1/2 കപ്പ് ഷുഗർ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാൻ വെച്ച് നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റ് എന്ത് ചെയ്യാം, ചൂടാവാൻ വേണ്ടി വെക്കാം. ചൂടായി വരുന്ന സമയത്ത് 4 ടീസ്പൂൺ മിൽക്കിലേക്ക് 2 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ, വാനില കസ്റ്റേർഡ് പൗഡർ എടുത്തതാണ്, അത് ആഡ് ചെയ്ത് വെച്ചതായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഈ പാല് ജസ്റ്റ് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം, കട്ട പിടിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിയാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്താവും, അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട പിടിക്കാൻ സാധ്യത കൂടുതലാണ്. ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രേയിലേക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ എന്ത് ചെയ്യണം, വാനില എസൻസും കൂടി ആഡ് ചെയ്ത്, മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം. കുറച്ച് ബീറ്റ് ആയതിനു ശേഷം മാത്രമേ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. സ്റ്റിഫായിട്ട് അടിക്കേണ്ട ആവശ്യമില്ല ഇത്. ക്രീമി ഈ ഒരു കൺസിസ്റ്റൻസി മതി, കൂടുതലായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബ്രെഡ് എടുത്തു വെക്കാം. ഓരോ പീസായിട്ട് സെറ്റ് ചെയ്യാം. ഇനി ഈ ബ്രെഡിന്റെ മുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് മിൽക്കും കൂടി ആഡ് ചെയ്തിരിക്കുന്ന പുഡിങ്ങിന്റെ ഇത് നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം, ട്രേയിലേക്ക്. എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പും കൂടി വെക്കാം. നിങ്ങൾക്ക് ഒരു സെറ്റ് മതിയെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. 2 എണ്ണം ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഞാൻ ജസ്റ്റ് 2 തവണയായിട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും സെയിം ലാസ്റ്റ് ഉണ്ടായിരുന്ന കസ്റ്റേർഡിന്റെ കൂട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. ബ്രെഡിലേക്കെല്ലാം കസ്റ്റേർഡ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം, വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ മുകളിലേക്ക് വീണ്ടും സെറ്റ് ചെയ്യാൻ വേണ്ടി ഇടാം. ഒരുപാട് ടൈറ്റായിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ജസ്റ്റ് ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് സ്പാച്ചുല റൗണ്ട് ഒന്ന് എന്ത് ചെയ്യാണ്, 2 സൈഡും ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കാണ്. ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ബദാം ഇടുന്നുണ്ട്. അത് മാൻഡറ്ററി അല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ നമ്മളുടെ ഫൈനലി നമ്മളെ അറേബ്യൻ സ്പെഷ്യൽ ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്.
കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി, വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും കൂടി ഞാൻ ഇടുന്നുണ്ട്. അങ്ങനെ ഫൈനലി അറേബ്യൻ ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം മാത്രമേ സെർവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നെക്സ്റ്റ് വീഡിയോയിൽ. താങ്ക് യു സോ മച്ച്.